മാത്രമല്ല എൻ്റെ എല്ലാ ബന്ധുക്കൾക്കും കുറേ അധികം വോട്ട് തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ കരമന അങ്ങനെ ബന്ധുജനങ്ങൾ ഇങ്ങനെ വികസിച്ച് കിടക്കുകയാണ്. തിരുവനന്തപുരത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബ വീടാണ്, അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും ഒക്കെ കുടുംബ വീടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു വലിയ ഒരു വോട്ടിൻ്റെ വർധനവ് എൻ ഡി എക്ക് ഉണ്ടാവും ഈ 4 സ്ഥലങ്ങളിൽ. അതിലപ്പുറം പ്രതീക്ഷിക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. നടന്ന തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ തോന്നുന്നൊരു ഫീൽ എന്താവും? എങ്ങനെയാണ് അതിന്റെ മാറ്റം ഫീൽ ചെയ്യുന്നത്? ഒരുപാട് മാറ്റമുണ്ട്, ഒരുപാട് മാറ്റം. അത് പ്രചാരണത്തിൽ പോലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു സമയക്കുറവുണ്ട്, ആയാസകരമായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കൂടുതൽ ഏരിയ കവർ ചെയ്യണമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി ഈ നിയമസഭയിലേക്ക് വരുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടെ കൂടുന്നുണ്ട്. നമുക്ക് ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് വാഗ്ദാനങ്ങൾ അത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെടണം. വികസനം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു എന്താണ് ഒരു കൂടുതൽ ആത്മാർത്ഥതയും കൂടുതൽ ഒരു ഡെഡിക്കേഷനും വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ ജനങ്ങളോട് പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ചെയ്യുകയും കൂടെ വേണമല്ലോ. അപ്പോൾ ആ പ്രവൃത്തിക്ക് ഒരു മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടിയിരിക്കും. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ഇഷ്യൂ പൊതുവിൽ സംസ്ഥാനത്തെ NDA ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ശോഭാ സുരേന്ദ്രൻ അതൊരു ഹൈപ്പായി. അവസാന നിമിഷം ആ ശോഭയ്ക്ക് നല്ലൊരു നിങ്ങളെല്ലാവരും കൂടെ ഒരു പ്രശസ്തി കൊടുത്തു. അതുകൊണ്ട് ചിലപ്പോൾ കൂടും വോട്ട്. അല്ല, ഈ കാശ് കൊടുക്കുന്നത് ഹൈപ്പ് എന്നാണ് അങ്ങ് പറയുന്നത്? അല്ലല്ല, ഇത് കാശൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അത് നമ്മൾ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പത്രവാർത്ത ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കി. എന്റെ കാര്യത്തിലും അങ്ങനെ ആയിരുന്നല്ലോ. ഒരുപാട് നെഗറ്റീവ് പത്രവാർത്തകൾ നിങ്ങൾ ഉണ്ടാക്കി. അത് ഞാനിപ്പോൾ അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല. അത് പാർട്ടിയും ശോഭയും ഓൾറെഡി പ്രതികരിച്ച് അതിനൊരു ഡിഫൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജനം വിശ്വസിക്കുന്നുണ്ട്, ഞാനും അത് വിശ്വസിക്കുന്നു. ശോഭ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. രാഷ്ട്രീയ പാർട്ടി പുത്തരിയൊന്നും അല്ലല്ലോ ശോഭയ്ക്ക്. വളരെയധികം ഒരുപാട് നാളായിട്ട് ഈ രാഷ്ട്രീയ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ, ഒരുപാട് മത്സരങ്ങൾ നേരിട്ടിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരു വിട്ടിത്തം ചെയ്യുമോ? അതുമല്ല, ഈ അങ്ങനെ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്യാമറ ആളും കൂട്ടി പുറകെ നടക്കുമോ? ഇത്രയും 2 ദിവസമായിട്ട് പുറകെ നടന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്താ അവർക്ക്, കോൺഗ്രസ്സുകാർക്ക് എന്താ പുറകെ നടന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ഉറപ്പുള്ളതുപോലെ ഇത്രയും പരിചയമുള്ള ഒരു കാൻഡിഡേറ്റ് അത് ആര് കൊടുത്തു എന്നുള്ളതാണ്. നോക്കട്ടെ, എനിക്ക് അതിനെപ്പറ്റി പറയാൻ ആഗ്രഹമില്ല. ഞാൻ എന്റെ കാര്യം പറയട്ടെ. അല്ല, അതൊക്കെ അവർ തെളിയിക്കുന്നേ. നമ്മൾ കേസ് അന്വേഷിക്കുവാണല്ലോ. കളക്ടർ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു, കേസ് അന്വേഷിക്കുന്നു. അതൊക്കെ തെളിയും. സത്യം മനസ്സിലാവും എല്ലാവർക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണം വരുന്നത് BJP-ക്കെതിരെയാണ്. ആവുമല്ലോ. അല്ല, ആവും. നിങ്ങൾ BJP ഇല്ല BJP ഇങ്ങനെ ഉയർന്നു വരുന്നത് കണ്ട് ഭയപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആരോപണങ്ങൾ ഉണ്ടാക്കും. അത് മാധ്യമങ്ങൾ എന്തായാലും ഒരു തഴക്കം ചെന്ന രാഷ്ട്രീയ നേതാവിനെ പോലെ ശോഭാ സുരേന്ദ്രന്റെ ഇന്നലത്തെ വോട്ടിന് നോട്ട് വിവാദത്തെ ന്യായീകരിക്കുന്ന ശ്രീകലയെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.